പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്ന് ഏറ്റവും ലാഭകരമായിട്ട് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ട് ഈ വീടും സ്ഥലവും വാങ്ങിക്കുന്നവർ 100% ലാഭകരമാണ്. അത് നിങ്ങൾക്കും തോന്നുമെങ്കിൽ മാത്രം ഈ വീട് വന്ന് വാങ്ങിച്ചാൽ മതി. 17.5 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വരുന്ന ഒരു വീട്, 5 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം. 36 ലക്ഷം രൂപയാണ് ഇത്രയും വലിയൊരു വീടിനും ഈ 17.5 സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. വീടിൻ്റെ മുറ്റം നോക്കിയേ, അത്യാവശ്യം 2-3 വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന വലിയൊരു മുറ്റം നൽകിയിട്ടുണ്ട്. ഒരു 4 തൂണിട്ട നല്ലൊരു വരാന്ത നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങാനായിട്ട് ശകലം ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല നീളത്തിലുള്ള നല്ലൊരു വരാന്ത. ഇവിടുത്തെ ജനല് വാതിൽ എല്ലാം മരത്തിൻ്റേത് കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത്. ഈ കാണുന്ന വീട് നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ എളനാട് ഭാഗത്ത്, എളനാട് ചേലക്കര പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ ദൂരം മാത്രം. അതും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. ഹാളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് 2 ബെഡ്റൂം വരുന്നുണ്ട്. അത് രണ്ടും അറ്റാച്ച്ഡ് സൗകര്യത്തോടുകൂടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത നല്ലൊരു ബെഡ്റൂം. മൊത്തം 5 ബെഡ്റൂം ഉണ്ട്. അതും ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ അണ്ടർഗ്രൗണ്ടിലാണ് 2 ബെഡ്റൂം വരുന്നത്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. നമ്മൾ ഈ കാണുന്ന വീടിന് ഒരു 90% വരെ നിങ്ങൾക്ക് ലോൺ ചെയ്തു തരാൻ കഴിയുന്നതാണ് കേട്ടോ. ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്യാഷ് സാലറി കയ്യിൽ വാങ്ങിക്കുന്നവർക്കും അതുകൂടാതെ അക്കൗണ്ട് വഴി സാലറി വാങ്ങിക്കുന്നവർക്കും ലോൺ സൗകര്യം ലഭ്യമാണ്. ഇതുണ്ടോ, ഇനി നമ്മൾ 2 ബെഡ്റൂം കഴിഞ്ഞ് വലിയൊരു ഹാളിൻ്റെ ഭാഗത്തോടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറുവാൻ. ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട്, ഒരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ കാണുന്ന ഭാഗത്തേക്ക് താഴോട്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ള സ്റ്റെയറാണ് നമ്മൾ താഴോട്ട് കാണുന്നത്. അത് നമുക്ക് പോവാം. ഇവിടെ ഒരു നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാം. ഇത് 3ാമത്തെ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. വീടിൻ്റെ ഭിത്തികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഒരു പൊട്ടലോ ചിന്നലോ ഒന്നുമില്ലാത്ത നല്ലൊരു വീട് തന്നെയാണ്. ചെങ്കല്ല് കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ജനലും വാതിലെല്ലാം നല്ല തേക്ക് മരം കൊണ്ടാണ് പണിതിരിക്കുന്നത് കേട്ടോ. അടുക്കളയാണ് നമ്മൾ ഈ കാണുന്നത്. അടുക്കളയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടുക്കള കഴിഞ്ഞാൽ അടുത്ത് ഒരു വിറകടുപ്പിൻ്റെ അടുക്കളയിലേക്കാണ് നമ്മൾ ഇനി കയറി ചെല്ലാൻ പോകുന്നത് കേട്ടോ. പുകയില്ലാത്ത അടുപ്പില്ലേ, പുകയില്ലാത്ത അടുപ്പാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത്. ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലുണ്ട്. അതുകൂടാതെ പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ. നമുക്ക് മെയിൻ ബസ് റൂട്ടിലേക്ക് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ചുറ്റുഭാഗവും വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന വീടും നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ കാണുന്ന വീട് വാങ്ങിച്ചാൽ 100% ലാഭമാണ്. ഇന്നൊരു 5 സെൻറ്റ് സ്ഥലവും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിനും 30-35 ലക്ഷം രൂപയും കൊടുക്കണം. അതേ സ്ഥാനത്ത് ഇവിടെ 17.5 സെൻറ്റ് സ്ഥലവും വീടിനും കൂടി ചോദിക്കുന്ന വില 36 ലക്ഷം രൂപ. ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ്. ഇത് നമ്മൾ നേരെ വീടിൻ്റെ മുൻവശത്ത് നിന്നിട്ട് നോക്കിയപ്പോൾ കണ്ട ആ ഷീറ്റിട്ട ഭാഗമാണ് കേട്ടോ കണ്ടത്. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറി ചെല്ലാം. മുകളിലത്തെ നിലയിലേക്ക് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 1-2 ബെഡ്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇനി കുറച്ച് ഭാഗം ഈ സ്റ്റെയർ കയറി പോകുന്നുണ്ട്. ആ ഭാഗം മാത്രം ആസ്പെറ്റോസ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അവിടെ മാത്രമാണ് വാർക്കാത്തുള്ളത് കേട്ടോ. കണ്ടോ, ചുറ്റുഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ്. ഈ ഭാഗത്തേക്ക് നിന്ന് ഷീറ്റ് ഇറക്കി കഴിഞ്ഞാൽ തുണി ഉണങ്ങി ഇടാനായിട്ടുള്ള സ്ഥലമുണ്ട്. പഴയന്നൂർ ചേലക്കര തിരുവില്ലാമല ഭാഗത്ത് 10 സെൻറ്റ് സ്ഥലവും ഒരു വീടൊക്കെ ആയിട്ടാണെങ്കിൽ ഈ വീടുമായിട്ട് നമുക്ക് മാറ്റം ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ മാറ്റുമ്പോൾ കുറച്ച് ക്യാഷ് ഇതിൻ്റെ ഓണർക്ക് കിട്ടുകയും കൂടി വേണം. അങ്ങനെയുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഓണർ മാറ്റുള്ളൂ കേട്ടോ.
ക്യാഷിൻ്റെ ഒരാവശ്യം കൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ചെറിയൊരു 10 സെൻറ്റോ അല്ലെങ്കിൽ 8 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടുമുണ്ട്, കുറച്ച് ക്യാഷും ഉണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് 100% ലാഭകരമാണ്. വെറും 36 ലക്ഷം രൂപ മാത്രമാണ് ഈ 17 സെൻറ്റ് സ്ഥലത്തിനും 5 ബെഡ്റൂമുള്ള വീട് ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ കാണുന്ന വീടിന് 90% വരെ നിങ്ങൾക്ക് ലോണാക്കി തരാൻ കഴിയും കേട്ടോ. ഇനി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി, അതായത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഇറങ്ങി എത്തുന്നത്. അവിടെ 2 ബെഡ്റൂം വരുന്നുണ്ട്. ആ 2 ബെഡ്റൂം 10 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ മാത്രമാണ് ടൈലിടാത്ത, കാവിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും തന്നെ വേണം നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങി ചെല്ലുവാനും. അപ്പോൾ നമ്മുടെ പറമ്പ് ഒരു ചെറിയ ചരിവുള്ള സ്ഥലമാണ്. ഏറ്റവും ബാക്കിലേക്ക് ചരിവാണ്. പില്ലറിലാണ് മുൻവശത്ത് കെട്ടിക്കയറിയിരിക്കുന്നത് ഈ വീട്. അതുകൊണ്ടാണ് മുൻവശം നല്ല ഹൈറ്റ് വന്നത്. ഹൈറ്റ് വരെ പറഞ്ഞാൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടാൻ കാരണം അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ബാക്കിലേക്ക് ചരിവാണ് ഈ സ്ഥലം വരുന്നത്. അത് നമുക്ക് ബാക്ക് വശത്ത് പോയി കാണുമ്പോൾ അറിയാൻ കഴിയും കേട്ടോ. ഇതിൻ്റെ പുറകു വശത്ത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂം നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഈ ബാത്റൂം കണ്ടത്. ഇവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല മുകളിൽ. കുറച്ച് കവുങ്ങുണ്ട്. കവുങ്ങ്, മാവ്, പ്ലാവ് എന്നിങ്ങനെയൊക്കെ ഈ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗം ഉണ്ടോ, ആ ഭാഗം അതിർത്തി, ആ കരിങ്കല്ല് കെട്ടിയതാണ് അതിർത്തി വരുന്നത്. ആ അതിർത്തിയുടെ അവിടെ നിന്ന് നേരെ കയറങ്ങോട്ട് പിടിച്ചാൽ, താഴോട്ട് പിടിച്ചു കഴിഞ്ഞാൽ 18 സെൻറ്റ് സ്ഥലം നിലവിലുണ്ട്. 17 സെൻറ്റ് സ്ഥലം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അളന്ന് കഴിയുമ്പോൾ കുറച്ച് കുറഞ്ഞാൽ അത് ഒരു ചെറിയ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ 17 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 17 സെൻറ്റ് സ്ഥലത്തിനും 1550 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വരുന്ന ഈ കാണുന്ന വീടിനും ചോദിക്കുന്ന വില 36 ലക്ഷം രൂപയാണ്. നമ്മൾ ഇനി ഈ ഭാഗം, ഈ മരത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് വഴിയാണ്, ഒരു 10 അടി വീതി വഴി താഴോട്ട് ഇറങ്ങിപ്പോവാൻ. നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗം അതിനാണ്. ആ അതിൻ്റെ അവിടെ നിന്ന് 10 അടി വീതി വഴി നമ്മുടെ ഈ പറമ്പിലേക്കുള്ള അവകാശമുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് ഒരു തെങ്ങും മാവും പ്ലാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും വല്ല മരങ്ങൾ മുറിച്ചിട്ട് പോകണമെങ്കിലും നമുക്ക് പോകാൻ കഴിയില്ലല്ലോ, വീടിൻ്റെ അകത്തൂടെ കയറി കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ വഴി ഇതിന് അവകാശമുണ്ട്. നമ്മൾ ഈ വീട് സ്ഥലവും വാങ്ങിക്കുമ്പോൾ ഈ കാണുന്ന വഴിയും ഇതിന് അവകാശം വരുന്നതാണ് കേട്ടോ. നമ്മൾ താഴോട്ട് ചെറിയൊരു ചരിവുള്ള സ്ഥലമാണ്. നേരെ താഴോട്ട് ഇറങ്ങി പോവാം. ഇതുണ്ടോ, ഇനി ഈ ഭാഗം വരെ എത്തി, താഴോട്ട് എത്തിയിട്ട് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിർത്തിയൊക്കെ കറക്റ്റായിട്ട് കമ്പിവേലി ഇട്ടെടുത്താൽ നല്ല ചതുരമുള്ള നല്ല അടിപൊളി സ്ഥലമായിട്ട് മാറും. 17 സെൻറ്റ് സ്ഥലമാണ് ബാക്കിലേക്ക്. ഇവിടെ തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ് എന്നിങ്ങനെ എല്ലാം വയ്ക്കാൻ പറ്റുന്ന അനുയോജ്യമായ നല്ലൊരു പറമ്പാണ് കേട്ടോ നമ്മളീ കാണുന്നത്. സ്റ്റെപ്പായിട്ട്, അതായത് നമ്മൾ ഫ്ലാറ്റ് പുറം എന്നൊക്കെ പറയാം. നമുക്ക് വേണമെങ്കിൽ റബ്ബർ തോട്ടത്തിൽ ഫ്ലാറ്റ് പുറം വെട്ടില്ലേ, എന്നതുപോലെ വെട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല തോട്ടമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. നല്ല തെങ്ങ്, കവുങ്ങൊക്കെ ആയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി പോവാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഒരു അർജൻറ്റ് വിൽപ്പനയാണ്. ഒരിക്കൽ കൂടി വില പറയാം, 36 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു വീടിന് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഈ കാണുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.